കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിനോട് പ്രതിബദ്ധതയും കാര്യങ്ങളൊക്കെ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആരായി കഴിഞ്ഞാലും എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് ചെയ്യാം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകതയുള്ള, അതായത് രേഖ രതീഷിനെ പോലെയുള്ള ഒരു സീരിയൽ നടി, അവരൊക്കെ പറഞ്ഞ കാര്യങ്ങളും പിന്നെന്ന് പറഞ്ഞാൽ അവർ പരാതി കൊടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. അവരെ പറ്റിയിട്ട് ആരും റിയാക്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കാണുമ്പോഴും മിണ്ടാതിരിക്കാൻ കഴിയില്ല. അത്രമാത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുത്തിട്ട് നമ്മളൊരു രോഗം വിലക്ക് വാങ്ങിക്കുന്നില്ലേ, ചെയ്യുന്നവർ ചെയ്തോ, അതൊന്നും കുഴപ്പമില്ല, ചെയ്യുന്നവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ വേറെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ അംഗീകരിച്ചതാണോ, ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ഇതുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അല്ലെങ്കിൽ തന്നെ ഇത് ഏതെങ്കിലും ഡോക്ടർമാരാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്യൂട്ടീഷ്യനാണോ ചെയ്യുന്നത്, അതുപോലും നമ്മൾക്കറിയില്ല. ഇവിടെ ഇപ്പോഴും കുറേ ആൾക്കാർ വന്നിട്ട്, ആദ്യം ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ വേറൊരു സ്ത്രീ ചെയ്യുന്നതാണ്. അത് ചെയ്തതിന് ശേഷം പിന്നെ ഇപ്പോഴും ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ രേഖ രതീഷ് എന്ന് പറയുന്ന ആ ഒരു മേഡം, ഇപ്പം നമ്മൾ കാണുന്നത് അതാണ്. രേഖ രതീഷ് എന്ന് പറയുന്ന ഒരു മേഡം ആ ഒരു എന്താ പറയുക, അവരുടെ ടാറ്റു മായ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് അവരുടെ ടാറ്റു മായ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ചികിത്സ, അതായത് ഈ ഒരു എന്താ പറയുക തീ കൊണ്ടുള്ള എന്തൊരു സംഭവമാണ്, എന്തോ ലേസർ എന്തോ കൊണ്ടുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഇതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവർക്ക് ചിലപ്പോഴൊന്നും അതൊരു പരസ്യമായിരിക്കാം, അല്ലെങ്കിൽ ഇവർക്കത് ഫ്രീ ആയിട്ട് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾ ഒരു കൊളാബ് ചെയ്യണം ഞങ്ങളുമായിട്ട്. അപ്പോഴായിരിക്കും അവർ വിചാരിക്കുന്നത് ഇതുപോലെയുള്ള വരികളും കുറേ എണ്ണം ഉണ്ടല്ലോ, എന്നാൽ പിന്നെ അതങ്ങ് കളഞ്ഞേക്കാമെന്ന്. പക്ഷേ ഇതൊക്കെ പിന്നീട് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ആശുപത്രിയിൽ പോയിട്ട് ചികിത്സയ്ക്ക് ചെല്ലുമ്പോഴാണ് നമുക്ക് പണി കിട്ടി എന്ന് മനസ്സിലാക്കുന്നത്. കുറേ നാൾ മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഇതുപോലൊരു സെലിബ്രിറ്റി വന്നിട്ട് എന്തോ വെളുത്തിട്ട് പാറാം എന്നൊക്കെ പറഞ്ഞൊരു ക്രീമിൻ്റെ പരസ്യം അത് കൊണ്ടുവന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും ഞെട്ടിപ്പോയി. കാരണം എന്താ, പിന്നീട് കുറേ ആൾക്കാർ പറയുന്നു കേട്ടോ അവർക്ക് കിഡ്നിക്കൊക്കെ ബാധിച്ചു, അങ്ങനെയൊക്കെ ബാധിച്ചു എന്നൊക്കെ പറഞ്ഞ് ആശുപത്രിയിൽ പോയിട്ടുണ്ട്. അവർക്ക് ആർക്കെങ്കിലും നഷ്ടപരിഹാരം എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയിട്ടില്ല, ഒരു നഷ്ടപരിഹാരം പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ ചോദിക്കും, ഇത് രേഖ രതീഷ് തന്നെയല്ലേ ആദ്യമായി ചെയ്യുന്നത്, അവർ ചെയ്തിട്ടല്ലേ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത്, ശരിയായിരിക്കാം. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം, ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടെന്ന് പറയുന്ന പഠിച്ചതിന് ശേഷം മാത്രം വേണം സോഷ്യൽ മീഡിയയിൽ ഇടാൻ. രേഖ രതീഷിനെ സ്നേഹിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരും അതുപോലെ തന്നെ സഹോദരന്മാർ ഒരുപാട് പേരുണ്ട്. സീരിയൽ ലോകത്ത് എന്ന് പറഞ്ഞാൽ പത്മാവതി എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിച്ചതിൽ പിന്നെ രേഖ രതീഷിനായിട്ട് തന്നെ എന്നൊരു ഫാൻ ബേസ് തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കുറച്ചൊക്കെ എന്ന് പറഞ്ഞ സമൂഹത്തിൽ പ്രതിബദ്ധത വേണം. ഇതുപോലെയുള്ള പരസ്യങ്ങൾക്കൊക്കെ വിളിക്കുമ്പോഴും ഞാൻ ചെയ്യില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിപ്പോൾ മായ്ച്ച് കളയേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊന്നും ഇൻസ്റ്റഗ്രാമിലൊന്നും എടുത്തിടാതെ സോഷ്യൽ മീഡിയയിലൊന്നും പബ്ലിക്കാക്കാതെ നിങ്ങൾ ചെയ്യുകയാണ് വേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നാളെ ഇപ്പോൾ ഇത് കണ്ടിട്ട് വേറൊരാൾ പോയി ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ രേഖ രതീഷ് ചെയ്തതുപോലെ ചെയ്യണമെന്ന് വിചാരിച്ച് അവരെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി, അതൊരു അംഗീകാരമോ കാര്യമോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്, അവിടെ ചെന്നിട്ട് ഇതുപോലെ ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തി, ഇല്ലെങ്കിൽ നമ്മുടെ കഴുത്തിൻ്റെ അവിടുത്തെ പാട് മാറ്റാം, ഇല്ലെങ്കിൽ ഇവിടെയുള്ള കറുത്ത പാട് മാറ്റാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇപ്പോൾ പലതരത്തിലുള്ള ക്രീമായിട്ടും പിന്നെ ഇതുപോലുള്ള ഒരു ചികിത്സയായിട്ടും വരുന്നുണ്ട്. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടെ അപകടമാണ് പതിയിരിക്കുന്നത്. ആ അപകടം പലരും തിരിച്ചറിയുന്നില്ല. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലിട്ട് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രീ സർവീസും വാങ്ങിച്ച് ഇവർ പോകുമ്പോഴേ, അല്ലെങ്കിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പൈസയും കൂടി കിട്ടുമായിരിക്കും ഒരു കൊളാബ് ചെയ്യുമ്പോഴേ, പറയാനൊന്നും നമുക്ക് കഴിയില്ല. കാരണം ഇത് കണ്ടിട്ടാണ് മറ്റുള്ളവരൊക്കെ കയറുന്നത്. അതായത് ഒരുപാട് പേര് ഇതുപോലെ പണം ഉള്ളപ്പോഴെന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ടാറ്റു അടിക്കും. അത് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബോറായി തോന്നുകയും അതെങ്ങനെയെങ്കിലും ഒന്ന് മായ്ച്ച് കളയാൻ വേണ്ടിയിട്ട് ഇവിടെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് എവിടെയൊക്കെയോ ടാറ്റു അടിക്കുന്ന ടീമുകളുണ്ട്. പിന്നീട് അവിടെ നിന്നൊക്കെ എങ്ങനെയെങ്കിലും ഇതൊന്ന് മായ്ച്ച് കളയാൻ വേണ്ടിയിട്ട് പിന്നീട് ഒരുപാട് പണം അങ്ങോട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഏതായാലും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുകയാണ്, രോഗത്തെ കൂടെ വാങ്ങിക്കുകയാണ്. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായ എന്തെങ്കിലും തരത്തിലുള്ള രോഗം വരാം. അവിടെയാണ് നിങ്ങൾ തോറ്റുപോകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലതല്ലെങ്കിൽ ഒരു കാരണവശാലും സമൂഹത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം നമുക്ക് മനസ്സിലാകുന്നതിന് മുന്നേ അത് ഭയങ്കരമായിട്ട് പ്രതിഫലിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ചെറിയൊരു പാട് ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒരു കുഴപ്പവുമില്ല. പിന്നെ അങ്ങനെ നിങ്ങൾക്ക് ഇതൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നല്ല അതിൻ്റെതായ ഡോക്ടർമാരുടെ അടുത്തും ആൾക്കാരുടെ അടുത്തും പോയിട്ട് ചെയ്യാവുന്നതാണ്. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയം തോന്നുന്നു. അതായത് അവരാ ഇത് ചെയ്യുമ്പോൾ അവിടുത്തെ തൊലിയൊക്കെ അങ്ങ് മാഞ്ഞു പോകുന്നത് പോലെ ഇത് കാണുമ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അവർ എത്രമാത്രം ഇതിൻ്റെ ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ
ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലെന്ന് പറഞ്ഞാൽ സിനിമാ താരങ്ങൾക്കും ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റിൻ്റെ അടുത്ത് നിന്നിട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ പിന്നീട് പിടിപെടാറുണ്ട്. പല ആൾക്കാരെന്ന് പറഞ്ഞാൽ അകാലത്തിൽ മരിച്ചു പോകുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ചായക്കൂട്ടുകളും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ആ കുറേ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ അങ്ങനെയുള്ള ഒരുപാട് ടീമുകളുണ്ട്. അവരൊക്കെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചെയ്യാൻ ആൾക്കാരുമുണ്ട്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ചെയ്യുന്ന ഒരു കൂട്ടങ്ങളുടെ നമ്മളെ ഇടയിൽ അവരൊരു തുണി കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിക്കും, അവരൊരു ഇത് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിക്കും, പിന്നെ അവർ കുറേ പൗഡർ വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിക്കും, പിന്നെ വെളുത്തിട്ട് പാറണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാങ്ങിക്കും. അങ്ങനെ പലതരത്തിലും കുറേ നാൾ മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, ഏതോ ഒരു എണ്ണ കൊണ്ടുവന്നിട്ട് കുറേ എണ്ണം, അതായത് ഇവിടെയുള്ള ഇൻസ്റ്റഗ്രാം അതായത് സോഷ്യൽ മീഡിയക്കാർ മുഴുവൻ പൈസ ഉണ്ടാക്കിയിരുന്നു. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ടൂർ കിട്ടി, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പോകാൻ കഴിഞ്ഞു. ഇപ്പോഴേ ആ ഒരു പരസ്യം എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ഒരുപാട് പേരുടെ മുടി കൊഴിഞ്ഞു പോയതല്ലാതെ ആർക്കെങ്കിലും മുടി വന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെ ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഉള്ള ആൾക്കാരുടെ അടിമയായിട്ട് ജീവിക്കുന്ന ചില ടീമുകളുടെ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കും, അതൊക്കെ പരിശോധിക്കും, അതൊക്കെ എന്ന് പറഞ്ഞ് ഉപയോഗിക്കും. അതിനുശേഷം എന്ന് പറഞ്ഞാൽ മാരകമായിട്ടുള്ള മുടികൊഴിച്ചലും കാര്യങ്ങളും കൊണ്ട് അവർ നട്ടം തിരിയുകയായിരിക്കും ചിലപ്പോൾ. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വലിയ വർത്താനൊക്കെ പറഞ്ഞ് നടക്കുന്ന ഫാമിലി ടീം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എണ്ണേൻ്റെ പുറകെ തന്നെയായിരുന്നു. അതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഈ കാട്ടിൽ എവിടെയാണോ തെങ്ങ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വിമർശനം വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നമുക്കറിയാം ഇത് കാട്ടിലെ തെങ്ങോ ഒന്നുമല്ല, ഇവരെ കൊണ്ട് കുറച്ച് പ്രൊഡക്റ്റുകൾ ഇതുപോലെ ചെയ്യിച്ചു കഴിഞ്ഞപ്പോൾ 1 മില്യൺ ഉള്ളവൻ അതായത് ഒരു പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു 5 ലക്ഷം ആൾക്കാരെങ്കിലും ഈ സാധനം വാങ്ങിക്കും. ആ 5 ലക്ഷം ഒരാളെടുക്കുന്ന 5 ലക്ഷം വെച്ച് നിങ്ങൾ കണക്കൂട്ടി. അപ്പോൾ ഒരാളെടുക്കുന്ന 5 ലക്ഷം വെച്ചാകുമ്പോൾ ഒരു 10 പേരെടുക്കുന്നത് 50 ലക്ഷം ബോട്ടിൽ അവർക്ക് ചിലവായി. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഈ 50 ലക്ഷം ബോട്ടലിന് നല്ല പൈസ ലാഭവും കിട്ടിയിട്ടുണ്ടാകും. അതിൻ്റെ കുറച്ചൊരു ഭാഗം ഇവർക്ക് കൊടുക്കുന്നേ, അത്ര മാത്രമേ ഉള്ളൂ. ഇത് ഒരു ദിവസം കൊണ്ടാണ് ഈ പരസ്യങ്ങൾ മുഴുവൻ വരുന്നത്. അതുകൊണ്ട് രേഖാ രതീഷിനെ പോലെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയപ്പെട്ട മാഡം, നിങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഇതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഇതൊക്കെ കാണിച്ചു കഴിയുമ്പോൾ ഇത് ആരെങ്കിലും അനുകരിക്കുമോ? അനുകരിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അതിൻ്റെ ഉത്തരവാദിത്വം ചിലപ്പോഴേ നിങ്ങൾ ഏറ്റെടുക്കില്ലായിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു പാപമുണ്ടല്ലോ, അതായത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാപം അതെന്ന് പറയുന്നത് ഒരുപാട് തലമുറകൾ നിലനിൽക്കും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയം തോന്നുകയാണ്. ഈ ഭയപ്പെടുത്തുന്ന ഈ സംഭവങ്ങളൊന്നും ദൈവത്തെ ഓർത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പറയരുത്, ചെയ്യരുത്. ഇതെന്ത് തരം പരസ്യമായി കഴിഞ്ഞാലും ഇത് ആർക്ക് വേണ്ടിയിട്ടായാലും നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് പലതരത്തിലുള്ള ചികിത്സകളുണ്ട്. അതിലെന്ന് പറയുന്നത് കുറേ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സയെ പറ്റിയിട്ട് ഒരു മണ്ണാങ്കട്ടി അറിയാതെ കുറേ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയേണ്ടത് മുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. അതായത് ഒരു ബ്യൂട്ടി പാർലർ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര ആൾക്കാർക്ക് പണിയറിയാം? നിങ്ങളൊന്ന് അന്വേഷിച്ച് പോയി നോക്കണം. ഒരേ ഒരാൾക്കോ മാത്രമേ പണിയറിയാൻ സാധ്യതയുള്ളൂ. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനികൾ എന്ന പേരിൽ അറിയപ്പെടുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ പൊന്നു മക്കളെ വളരെയധികം ശ്രദ്ധിച്ചോ, ഇല്ലെങ്കിൽ പണി പാലുമ്പളത്തിൽ കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം.